അപ്പോൾ IASനോട് IPSനോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിൽ സർവീസിനോട് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്ന ചില പവറാണ്. നമ്മൾ നോക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു വണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് പോലീസുകാർ പോകുന്നു. അവരെ എല്ലാവരും കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ സയൻസ് എടുത്ത ഒരു കുട്ടിക്ക് ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം എനിക്ക് ഈ സിവിൽ സർവീസ് എടുത്താൽ പഠിക്കാൻ പറ്റുമോ? കാരണം കൂടുതൽ പൊളിറ്റി, എക്കണോമിക്സ് അതേപോലെ തന്നെ ആ സബ്ജക്ട്സ് ഒക്കെയാണല്ലോ വരുന്നത്. അതെ. അപ്പം അവർക്കുള്ള കൺഫ്യൂഷനാണ് എനിക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ സയൻസ് തന്നെ അവർ പഠിച്ചെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ എഫേർട്ട് എടുത്തൊരു പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പറ്റും, അതിൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും, അത് എക്കണോമിയിൽ പഠിക്കാൻ പറ്റും. നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചാൽ മതി. നമുക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ എന്തെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. ഒരു ആവറേജ് ലെവലിൽ പഠിച്ച കുട്ടി തന്നെ സിവിൽ സർവീസിൽ പാസ്സാവുന്നുണ്ട്. പല മേഖലകളിൽ സയൻസിൽ തന്നെ വന്നവർ തന്നെ ഇതിൽ പാസ്സാവുന്നുണ്ട്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുത്തിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എടുത്ത്, അത് നമ്മൾ പറയുന്ന നേരത്തെ സോഷ്യൽ സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലൊന്നൊക്കെ വന്ന് ഇതൊക്കെ പഠിച്ചെടുത്ത് പാസ്സായവരുണ്ട് നമ്മുടെ മുന്നിൽ. സർ, കുറേ സ്റ്റുഡൻസ് സിവിൽ സർവീസസ് എന്ന് പറഞ്ഞ കരിയർ ചൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം സ്റ്റുഡൻസിന് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടാനുള്ള റീസൺ എന്താ? ഒരു റീസൺ. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും നിങ്ങൾക്ക് എന്താ വലുതാകുന്ന സമയത്ത് എന്താവാൻ ആഗ്രഹം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ ആവുക. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ട് ചിലപ്പം ചില ആളുകൾ എന്ത് ചെയ്യും, അമ്മയും അച്ഛനും എന്താ ജോലി ചെയ്യുന്നത് അത് തന്നെ പറയും. ചിലപ്പോൾ ടീച്ചർ എന്ന് പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ പോലീസ് എന്ന് പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ സിനിമകളിൽ കണ്ടിട്ടുള്ള ചില സീൻസ്. അപ്പം ഞാനൊക്കെ അന്ന് +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പം ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എൻ്റെ +2 ഞാൻ എടുത്ത സബ്ജക്റ്റ്. അപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്ന ഒരാളോട് ടീച്ചർ ചോദിക്കുകയാണ് എന്താണ് ആഗ്രഹം. അപ്പോൾ അവൻ എണീറ്റ് നിന്നിട്ട് IAS ആവാനാണ് ആഗ്രഹം. അപ്പുറത്തുള്ള ആൾ നെക്സ്റ്റ്, അതായത് ഇവർ ഫസ്റ്റ് റോയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി എണീറ്റ് നിന്നിട്ട് പറയാണ് എനിക്കും IAS ആവാൻ ആഗ്രഹം. അതായിരിക്കും. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, അവരെല്ലാം പറയുന്നു IAS. അപ്പോൾ ഞാൻ എണീറ്റ് പറയുന്നു എനിക്കും സാറേ IAS ആവാൻ ആഗ്രഹം. IAS എന്താന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പോലെയാണ് ആദ്യം. അപ്പോൾ ഭാവിയിൽ എന്തൊക്കെ ആവണം, എന്തോ ജോലി നേടണം എന്ന രീതിയിലാണ് നമ്മൾ ഈ കരിയറിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഒരുപാട് മാറി. അപ്പോൾ IASനോട് IPSനോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിൽ സർവീസിനോട് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്ന ചില പവറാണ്. നമ്മൾ നോക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു വണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് പോലീസുകാർ പോകുന്നു. അവരെ എല്ലാവരും കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ പരിപാടിയുടെ ഇനാഗുറേഷൻ നടത്തുന്നത് ജില്ലാ കലക്ടറാണ്. അവരെല്ലാവരും ബഹുമാനിക്കുന്നു, അവർക്ക് ചില അധികാരങ്ങൾ കിട്ടുന്നു. അപ്പോൾ പവറിനോടുള്ള അട്രാക്ഷൻ, ഒരു ഗ്ലാമറസ് സർവീസ്, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. നമ്മൾ എന്തായാലും ഒരു കരിയർ ആഗ്രഹിക്കുമ്പോൾ കുറച്ച് വലിയ കരിയറല്ലേ ആലോചിക്കുള്ളൂ. നമ്മൾ കേൾക്കുന്നതാണ്, നിങ്ങൾ മല പോലെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ ആൾക്കാർ പൊതുവെ ഇത്തരത്തിൽ ആഗ്രഹിക്കും. കുട്ടികൾ ചില സിനിമകളിൽ, ഇപ്പോൾ നമ്മുടെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ പോലീസ് സ്റ്റോറീസും കുറേ ഈ ജില്ലാ കളക്ടർമാരെ കഥാപാത്രങ്ങളായി വരുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ നമുക്കിത് കിങ്, കമ്മീഷണർ എന്നീ സിനിമകളായിരുന്നു. പിന്നീട് വിക്രമാദിത്യ എന്ന സിനിമയുണ്ട്, പിന്നെ 12th ഫെയിലിയർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഇങ്ങനെ പല സിനിമകളിലൂടെ നമുക്ക് അവസാനം സിവിൽ സർവീസിനെ കുറിച്ച് ഒരു അറിവ് കിട്ടും. അപ്പോൾ നമുക്ക് IAS, IPS എന്നീ സർവീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സിവിൽ സർവീസിലേക്ക് ശരിക്കും താല്പര്യം വരുന്നത്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചോളം അത്രമാത്രം അറിവുണ്ടാവില്ല. അപ്പോൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നുണ്ടാവും, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി അവരുടെ കയ്യിൽ ഇപ്പോഴും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഇഷ്ടമാണ് മെയിൻലി വരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെയാണ്, ഇപ്പം നമ്മൾ +2 കഴിഞ്ഞു, ചിലപ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കൊരു ഒഫീഷ്യൽ ചോദ്യങ്ങൾ, അതായത് തീരുമാനം എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ സയൻസ് പഠിച്ച കുട്ടി പൊതുവെ എന്തായിരിക്കും പറയാം, എന്താ തോന്നുന്നത്, ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, നീറ്റ് പരീക്ഷയ്ക്ക് പോകണം. അതുപോലെ ഒരു കൊമേഴ്സ് മേഖലയിൽ ചിലപ്പോൾ 12th കഴിഞ്ഞ കുട്ടി എന്തായിരിക്കും പറയാം, അല്ലെങ്കിൽ CA അല്ലെങ്കിൽ ACCA എന്നീ കോഴ്സുകളായിരിക്കും കൊമേഴ്സ് മേഖലയുള്ള, അല്ലെങ്കിൽ ഡിഗ്രി BCom എന്നിങ്ങനെ. അതും അവർ ശരിക്കും ഒരു ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും നിർബന്ധമില്ല. ഹ്യൂമാനിറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ സയൻസ് ഒരു ഓപ്ഷനാണ്. പിന്നെ അവർക്കുള്ള ഓപ്ഷനാണ് ഗവൺമെൻറ് എക്സാം. ഇതായിരുന്നു കൺവെൻഷണൽ രീതി എന്ന് പറയുന്നത്, ഒരു ട്രഡീഷണൽ രീതി. അപ്പം നമ്മൾ ഏത് പഠിച്ചു അതിൽ എല്ലാവരും ചെയ്യുന്നത് എന്താ, നമ്മുടെ ഇഷ്ടമൊന്നും അവിടെ പ്രാധാന്യമില്ല. എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, എനിക്ക് താല്പര്യം എന്താണെന്ന് വിഷയമല്ല. നമ്മൾ പറഞ്ഞാൽ തന്നെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന ഒരു കൺഫ്യൂഷനിലാണ് എപ്പോഴും ഉണ്ടാവുക.
പക്ഷെ സയൻസ് എടുത്ത ഒരു കുട്ടിക്ക് ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം എനിക്ക് ഈ സിവിൽ സർവീസ് എടുത്താൽ പഠിക്കാൻ പറ്റുമോ, കാരണം കൂടുതൽ പൊളിറ്റി, എക്കണോമിക്സ് അതേപോലെ തന്നെ ആ സബ്ജക്ട്സ് ഒക്കെയാണല്ലോ വരുന്നത്. അപ്പം അവർക്കുള്ള കൺഫ്യൂഷനാണ് എനിക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പം അതെങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും. അപ്പം 12th പോകുന്ന എന്താ സയൻസ് എടുക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല എടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് IAS ആവാൻ ആഗ്രഹം. പത്രത്തിലൊക്കെ കാണുമ്പോൾ നല്ല UPSC ടോപ്പർ ഈ വർഷം അവർ ഡോക്ടറായിരുന്നു, MBBS കഴിഞ്ഞ് നിർത്തിയിട്ട് സിവിൽ സർവീസ് പഠിക്കുന്നു, സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ആവുന്നു, ഇവർ എഞ്ചിനീയർ ആണ്. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ മുമ്പ് മെഡിക്കൽ പഠിച്ച അല്ലെങ്കിൽ ഡോക്ടർ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് IT കമ്പനീസിലൊക്കെ നല്ല ജോലി കിട്ടിയിട്ട് പ്ലേസ്മെന്റ് ചെയ്ത ആളുകൾക്ക് റിസൈൻ ചെയ്തിട്ട് സിവിൽ സർവീസിൽ വരുന്നു. അതിന് മുമ്പ് ചിലപ്പോൾ ജെയിലെ ടോപ്പർ ആയിരിക്കും അല്ലെങ്കിൽ നീറ്റ് ടോപ്പർ ആയിരിക്കും, ഇവരൊക്കെ ഇപ്പോൾ സിവിൽ സർവീസ് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ വരാം, എന്തുകൊണ്ടായിരിക്കും അവർ ചെയ്തത്, എനിക്ക് ഇത്തരത്തിലുള്ള IAS ആവണമല്ലോ, IPS ആവണമല്ലോ എന്ന് തീരുമാനിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത് എവിടെ പറയും? അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്കുള്ള ഡൗട്ടാണ് സയൻസ് പഠിച്ചു കഴിഞ്ഞു, കാരണം അതൊരു ചോയ്സിൻ്റെ ബേസിലല്ല ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സിവിൽ സർവീസിന് എങ്ങനെയെങ്കിലും പഠിക്കണം, അതിന് പറ്റിയ വല്ല കോഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. അപ്പോൾ ഇവരുടെ 12th സ്റ്റാൻഡേർഡിൽ ഡൗട്ട്, നമ്മൾ സയൻസ് ആണല്ലോ പഠിക്കുന്നത്, സോഷ്യൽ സയൻസ് പഠിച്ചിട്ടില്ലല്ലോ. ഈ സിവിൽ സർവീസിനൊക്കെ നമുക്ക് പൊളിറ്റി, എക്കണോമി, ഹിസ്റ്ററി ഒന്നും തീരെ അറിയില്ല. അതെ, ഇതെങ്ങനെ പഠിച്ചെടുക്കും, അതിനൊക്കെ പോസിബിൾ ആണോ, എന്താ ഞാൻ ചെയ്യണ്ടേ എന്നുള്ള ഡൗട്ടില്ലെന്നാണ് അവരാഗ്രഹം. ശരിക്കും എന്താ സിവിൽ സർവീസ് ചെയ്യണം, പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പാരൻസ് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുട്ടികളോട്, 10th ക്ലാസ്സിലാണല്ലോ നമ്മളൊരു കരിയറിൻ്റെ ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. +2 എത്തുമ്പോൾ നമ്മൾ കരിയർ സ്ട്രീമിലേക്ക് പോകാൻ തുടങ്ങി. നമ്മളൊരു കരിയർ എടുക്കുമ്പോൾ അതിന് 3 സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ഗ്രോത്ത് ഫേസ്, അത് നമ്മൾ കരിയർ ഏതാണെന്ന് തീരുമാനിക്കുന്ന ഒരു ഫേസാണ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷനാണ്. അവിടെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കേണ്ടത്, ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, പഠനങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇത് വഴിയാണ് നമ്മൾ അവസാനം എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ജോബ് കരിയറിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവരുടെ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ +1 +2 പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവർ ഒരു കുട്ടി പറയുകയാണ് എനിക്ക് സിവിൽ സർവീസ് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന പാരൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സപ്പോർട്ടിങ് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ സിവിൽ സർവീസ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് ഉണ്ടോ, അതിനനുസരിച്ച് ആ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സയൻസ് പഠിച്ചൊരു കുട്ടി സയൻസ് പഠിക്കാതെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. കുറച്ച് അത്ര എളുപ്പത്തിലൊന്നും പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല ഈ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ സയൻസ് തന്നെ അവർ പഠിച്ചെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ എഫേർട്ട് എടുത്തൊരു പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും എന്താ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പറ്റും, അതിൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും, അത് എക്കണോമിയിൽ പഠിക്കാൻ പറ്റും. നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചാൽ മതി. നമുക്കൊന്നും അറിയില്ല എന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ എന്തെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് അറിയില്ല, എനിക്ക് എക്കണോമി അറിയില്ല, എനിക്ക് ഹിസ്റ്ററി അറിയില്ല എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴേ നമ്മൾ കുറച്ച് പഠിക്കാൻ ശ്രമിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കറിയാം, ഞാനിപ്പോൾ എന്തിനാണൊക്കെ പഠിക്കേണ്ട ആവശ്യം എന്നുള്ള ഒരു ഈഗോ നമ്മുടെ മുന്നിൽ വരാം. കാരണം പണ്ടുള്ളൊരു ചിന്ത ആയിരുന്നു ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, കാരണം സയൻസ് എടുക്കുന്നവര് ഭയങ്കര പഠിപ്പിച്ച് എന്നുള്ള ഇത്. അപ്പം ഇപ്പം പക്ഷെ കുറേ പേര് മാറി ചിന്തിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കുറേ പേര് ഹ്യൂമാനിറ്റീസ് തന്നെ ആദ്യം ഡ്രീം സിവിൽ സർവീസസ് എന്ന് പറഞ്ഞ ഒരു ഡ്രീം മനസ്സ് കണ്ടിട്ട് തന്നെ ഹ്യൂമാനിറ്റീസ് കുറേ പേര് ചൂസ് ചെയ്യുന്നവരുണ്ട് തോന്നുന്നു. അത് കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ട്രെൻഡ് മാറി എന്ന് പറയുന്നത്. അപ്പം അവരുടെ പാരൻസ് തന്നെ ചിലപ്പോൾ സയൻസ് എടുത്തപ്പെട്ടവരായിരിക്കും. ഇപ്പം നമ്മുടെ +2 കുട്ടികളൊക്കെ ഉള്ള പാരൻസിന് തന്നെ ഇതൊരു അനുഭവമുള്ള, അവരുടെ സ്വന്തം ലൈഫിൽ തന്നെ അവർ പോലും പറയാത്ത ഏതോ കരിയറിന് പിന്നാലെ പോവുകയും ഏതൊക്കെ കോഴ്സ് ചെയ്തവരാണ്. അവർക്ക് അവരുടെ മക്കളെ കുറിച്ച് കുറച്ച് കോൺഷ്യസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പറയാൻ തുടങ്ങി, സിവിൽ സർവീസ് എന്ന കരിയർ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കരിയറാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനും കൂടി പ്രാധാന്യം കൊടുത്തു. അപ്പോൾ പാരൻസ് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, അവരുടെ ഗ്രോത്ത്, അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ പാരൻസും ഇത് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സർവീസിലെ കുട്ടികളാണെങ്കിലും വളരെ അധികം പേര് ഒന്നുകിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് സിവിൽ സർവീസിലേക്ക് പഠിക്കാൻ വരുന്നവരാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് തന്നെ സിവിൽ സർവീസിലേക്ക് പഠിക്കാൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് വീക്കെൻഡ് ബാച്ചിലൊക്കെയുള്ള സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾ എടുക്കുകയാണെങ്കിൽ അവർ +2 കഴിഞ്ഞ് തന്നെ നേരെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും സിവിൽ സർവീസ് പഠിക്കാൻ വരാം. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴോ 6ാം ക്ലാസ് പഠിക്കുമ്പോഴോ സിവിൽ സർവീസിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. ജൂനിയർ IAS പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ്. ഈ കോഴ്സിലൂടെ കുട്ടികൾ സിവിൽ സർവീസ് പഠിച്ചു തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇന്ന് ക്ലാരിറ്റി ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി. 5th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ വിളിക്കുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം അവർ 12th വരെ അവർ കണ്ടിന്യൂ, എന്തായാലും സ്കൂൾ പഠിക്കണമല്ലോ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണം, +2 നല്ല മാർക്ക് വാങ്ങണം. പക്ഷേ ഇനി എന്ത്,
+2 കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ തന്നെ ഇപ്പം ഒരുപാട് കുട്ടികൾ +2 ശേഷം സിവിൽ സർവീസ് പഠിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആൽക്കെമി AS തന്നെയാണ്. ആൽക്കെമി ASൻ്റെ ഡിഗ്രി + IAS കോഴ്സിൻ്റെ ഒരു സാധ്യത, ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇങ്ങനെ 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് സിവിൽ സർവീസാണ് ആഗ്രഹമെങ്കിൽ അവരൊരു ട്രഡീഷണൽ കോളേജിൽ ഡിഗ്രി ചെയ്യുന്നതിന് പകരം അവരുടെ ഡിഗ്രി കോഴ്സിനോടൊപ്പം തന്നെ ഒരു 3 വർഷത്തെ സിവിൽ സർവീസ് പഠനം നടത്തുന്നു. സിവിൽ സർവീസ് ട്രെയിനിങ് അവർക്ക് ലഭിക്കുന്നു. നമ്മൾ പറയാം സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് മുതലാണ് നമ്മൾ ഓഫീസർ ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു 3 വർഷത്തിൽ അവർക്ക് സിവിൽ സർവീസിൻ്റെ ഓരോ സബ്ജക്റ്റും വളരെ പതുക്കെ പഠിച്ചാൽ മതി. ഒരിക്കലും വേഗത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു PG ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് സിവിൽ സർവീസിലേക്ക് വരുന്നൊരു കുട്ടിക്ക്, ഒരു സിവിൽ സർവീസ് ആസ്പിരൻറ്റിന് ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാവുള്ളൂ. ഇവിടെ 12th കഴിഞ്ഞൊരു കുട്ടിക്ക് വളരെ സമാധാനത്തോടെ സ്ലോവിലി ഓരോ വർഷവും ചിലപ്പോൾ 2-3 സബ്ജക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, തീർക്കാം. എക്കണോമി, പൊളിറ്റി ഫസ്റ്റ് ഇയറിൽ തീർക്കാൻ വേണമെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിവ തീർക്കാം. ഫൈനൽ ഇയർ ആകുമ്പോൾ ബാക്കിയുള്ള സിലബസുകളെല്ലാം അതിൻ്റെ കൂടെ വരും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ പരീക്ഷയ്ക്ക് എഴുതേണ്ട മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. ഇപ്പോൾ 21 വയസ്സുമായി ഡിഗ്രി + IASൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഡിഗ്രിയും പാസ്സായി, അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ സിവിൽ സർവീസ് എഴുതാനുള്ള യോഗ്യതയായി. അങ്ങനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന റാങ്ക് നേടാനും ആ റാങ്കിനനുസരിച്ചുള്ള ഒരു സർവീസിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനും സാധ്യമാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് കൊടുക്കുക, അത് പാരൻസ് അന്വേഷിക്കുക. ആ പാരൻസിന് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ സിവിൽ സർവീസ് മേഖലയിലേക്ക് അയക്കാനും അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ നേരത്തെ തന്നെ എത്തിക്കാനും പറ്റും. ആ ഒരു സ്കോപ്പ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സാർ പറഞ്ഞല്ലോ നമ്മളെ ആൽക്കമിയിൽ തന്നെ ഡിഗ്രി + IAS കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്ട്സും BA പൊളിറ്റിക്കൽ സയൻസും അതേപോലെ തന്നെ BA സോഷ്യോളജിയും ആണല്ലോ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതെടുക്കാനുള്ള റീസൺ എന്താണ്? ഓക്കെ, അപ്പം ഇവിടെയുള്ള നമ്മളിപ്പം ഡിഗ്രി അതിൻ്റെ ഒരു മിനിമം ക്വാളിഫിക്കേഷനാണ്. കാരണം UPSC സിവിൽ സർവീസ് പരീക്ഷയുടെ അല്ലെങ്കിൽ സിവിൽ സർവീസിൻ്റെ പൊതുവെയുള്ള ഒരു എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ജസ്റ്റ് പാസ് മതി, ഏത് ഡിഗ്രി ആയാലും. അപ്പൊ അതിൽ തന്നെ അവർ പറയുന്നത് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടി ആയിക്കോട്ടെ, ഏത് ഡിഗ്രി ചെയ്ത ആളായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ MBBS കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ PhD വരെ എടുത്തിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു ഡിഗ്രി ചെയ്തൊരു കുട്ടിക്കും ഈ സിലബസ് പഠിച്ചെടുക്കാം, സിവിൽ സർവീസ് മേഖലയിലേക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ഇതിനൊരു പ്രിലിംസ് എന്ന് പറയുന്ന ഒരു എക്സാം സ്റ്റേജ് ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഒരു റിട്ടേൺ എക്സാം എന്ന രീതിയിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മെയിൻസ് സ്റ്റേജ് ഉണ്ട്, മെയിൻസ് പരീക്ഷ എന്ന് പറയും. ഇത് കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. എന്നിങ്ങനെ പറഞ്ഞാൽ ഈ 3 സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നല്ല പെർഫോം ചെയ്തൊരു കുട്ടിക്ക് അത് റാങ്ക് ഹോൾഡർ ആകാൻ പറ്റും. അവർക്ക് വളരെ നേരത്തെ തന്നെ സിവിൽ സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇതിനെ സിലബസിനെ ജനറലി വിളിക്കുന്നത് തന്നെ ജനറൽ സ്റ്റഡീസ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസാണ്. അപ്പം ഇവിടെ ഒരു കൂടാതെ വരുന്ന ഈ GS സബ്ജക്റ്റുകൾ കൂടാതെ നമുക്ക് വരുന്ന ഒന്നാണ് ഐച്ഛിക വിഷയം അല്ലെങ്കിൽ ഓപ്ഷണൽ പേപ്പർ എന്ന് പറയും. അത് പൊതുവെ ഡിഗ്രി സബ്ജക്റ്റുകളിൽ നമ്മൾ പഠിക്കുന്നതൊക്കെയാണ് വരിക. അതിന് മാത്രമായിട്ട് ഫോർ എക്സാമ്പിൾ മെയിൻസിലെ മാർക്കാണ് റാങ്കിന് നിർണ്ണയിക്കുന്നത്. 1750 UPSCൻ്റെ മെയിൻസ് മാർക്ക്. ഈ 1750 ഒരു ടോപ്പറിന് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 950 മാക്സിമം. അപ്പോൾ 950 എടുക്കുകയാണെങ്കിൽ ആ 950 ഒരു ഓപ്ഷണലിൽ ഒരു കുട്ടി സ്കോർ ചെയ്യുന്നത്, ടോപ്പേഴ്സ് സ്കോർ ചെയ്യുന്നത് അവരുടെ 500 2 ഓപ്ഷണൽ പേപ്പേഴ്സ് വരുന്നത്. ഈ 500 അവർ ഏകദേശം 290, 300, 310 വരെയാണ് മാർക്ക്. അപ്പം 950 300ഓളം മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ഓപ്ഷണൽ പേപ്പർ എന്നാണ്. അപ്പോൾ ഓപ്ഷണൽ പേപ്പർ UPSC സിവിൽ സർവീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് പൊതുവേ നമ്മൾ ഡിഗ്രി എടുക്കുന്ന സബ്ജക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ +2 കഴിഞ്ഞ കുട്ടികൾ ഡിഗ്രി + IASലേക്ക് വരുമ്പോൾ അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റായി മാറണം. അപ്പോൾ നമ്മൾ നോക്കുക, ഇതൊരു പരീക്ഷയല്ലേ, നമ്മളിവിടെ PhD നല്ല എടുക്കാൻ പോകുന്നത്. നമുക്കിത് പഠിച്ചത് കൊണ്ട് ഇപ്പോൾ PhD കിട്ടിയാലും ശരി അല്ലെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ ഡിഗ്രി മാത്രം പാസ്സായാൽ മതി എന്നാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം പരീക്ഷ പാസ്സാവുന്നില്ല.
പരീക്ഷ പാസ്സാവാൻ എന്താ വേണ്ടത് ശരിക്കും മാർക്ക് വേണം, അല്ലെങ്കിൽ നമുക്കത് ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എളുപ്പത്തിലുള്ള എന്നാൽ എല്ലാവർക്കും പറ്റുന്ന സബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ട്രെൻഡ് നോക്കും. UPSC ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ചില ഓപ്ഷണൽസിന് അതിൻ്റെ സ്കോറിംഗ് അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൻ്റെ സിലബസുള്ള വാസ്റ്റ് അല്ലെങ്കിൽ ഏരിയ നോക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നോക്കി നമ്മൾ സയൻറ്റിഫിക്കലി എടുത്തൊരു കൺക്ലൂഷനാണ് BA സോഷ്യോളജി അല്ലെങ്കിൽ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജനറൽ സ്റ്റഡീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. കാരണം ഓപ്ഷണൽ സബ്ജക്റ്റ് പഠിക്കുമ്പം GSലെ പല സബ്ജക്റ്റും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോഷ്യോളജി ഫോർ എക്സാമ്പിൾ അത് സൊസൈറ്റി എന്ന് പറയുന്ന GS1 കവർ ചെയ്യുന്നു. GS2 സോഷ്യൽ ജസ്റ്റിസ് ഗവേണൻസ് ഭാഗങ്ങൾ കവർ ചെയ്യുന്നു. എത്തിക്സിലെ ചില എക്സാമ്പിൾസുകൾക്ക് കേസ് സ്റ്റഡീസിനെ ഫിലോസഫികൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പൊളിറ്റിക്കൽ സയൻസ് എടുത്തു നോക്കാം. പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും GS2 ഇന്ത്യൻ പൊളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ PSIR എന്നാണ് ഓപ്ഷനിലെ പേര്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ IR കവർ ചെയ്യപ്പെടുന്നു. ഇനി എത്തിക്സിൽ തന്നെ ചില ഇന്റർനാഷണൽ എത്തിക്സിൻ്റെ ഡയമെൻഷൻസ്, പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫറൻസ് നമുക്ക് കൊടുക്കാം. ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്ഷണൽ സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്, GSും കവർ ചെയ്യും. മാത്രമല്ല സ്കോറും ചെയ്യാൻ പറ്റും. ഹെൽപ്ഫുള്ളായി. കാരണം 3 വർഷവും സോഷ്യോളജി ഇപ്പം പഠിക്കുകയാണെങ്കിൽ അതന്നെ അവർക്ക് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാം. ആക്ച്വലി ഡിഗ്രി പ്ലസ് ISൽ പഠിക്കുന്ന ഒരു കുട്ടി ഡിഗ്രി അല്ല ചെയ്യുന്നത്, നമ്മളൊരു കോഴ്സ് എന്ന് പറയും. ഈ കോഴ്സിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിയും കിട്ടുന്നു, ഈ സിവിൽ സർവീസിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു. നമ്മൾ എലിജിബിൾ ആവുന്ന രീതിയിൽ, എലിജിബിലിറ്റി മാത്രമല്ല നമ്മൾ പ്രാപ്തരായി, പരീക്ഷ എഴുതാ പാസ്സാവാം, ഇനി അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ ചെറു പ്രായത്തിൽ തന്നെ ചിലപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ആയേക്കാം, ചീഫ് സെക്രട്ടറി ആയേക്കാം. അപ്പോൾ ഒരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. സിവിൽ സർവീസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് പവർ ഇതൊക്കെയാണ് അട്രാക്ഷൻ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളിസി ചേഞ്ച് മേക്കേഴ്സാണ്. ചേഞ്ച് മേക്കേഴ്സ് എന്നാണ് വിളിക്കാം. സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അത് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഉണ്ടാവാം, ഹെൽത്ത് സെക്ടറിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഏത് മേഖലകളിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഈ പ്രശ്നങ്ങളെ ഹോളിസ്റ്റിക്കലി മനസ്സിലാക്കുന്ന സിലബസ് അങ്ങനെയാണല്ലോ, എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ചെടുക്കുന്നുണ്ട്. എല്ലാത്തിനെ കുറിച്ചും ജനറൽ ആയിട്ടുള്ള അവയർനെസ് ഉണ്ട്. അപ്പോൾ ആ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ കൊടുക്കുക. ഇപ്പോൾ സിവിൽ സർവീസ് ഓഫീസേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർ പോസിറ്റീവ് ആസ്പെക്ട്സിൽ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിനെങ്ങനെ സോൾവ് ചെയ്യാം, ആ പ്രശ്നത്തെ ഒരു സോൾവ് ചെയ്യുന്ന പ്രോബ്ലം സോൾവറാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് കുട്ടികളെ ഡിഗ്രി സമയത്ത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 12th സ്കൂൾ സ്റ്റുഡൻറ്റിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ട്രാൻസ്ഫോമിങ് ഇൻ ടു എ പേഴ്സൺ ലീഡറായിട്ട് മാറ്റാൻ പറ്റും. സമൂഹത്തിലെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന, അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് മാറിയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്താൻ സിവിൽ സർവീസിന് പറ്റും തന്നെ പറയാം. നമ്മുടെ ക്യാപ്ഷൻ തന്നെ അങ്ങനെ തന്നെയാണല്ലോ, ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആഗ്രഹംസ് അല്ലേ കൊടുത്തുള്ളത്. ശരിയാണ്, ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ടു റിയാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറേ പേർക്കുള്ള, കാരണം ഇതൊരു ഓൾ ഇന്ത്യ എക്സാം ആണല്ലോ. അപ്പം എനിക്ക് 21ാം വയസ്സിൽ തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻസും സ്റ്റുഡൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെങ്ങനെയായിരിക്കും? ഇപ്പം എന്താണ് നമ്മൾ ക്രാക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ്? ഇപ്പം ഞാനൊരു പരീക്ഷയ്ക്ക് പഠിക്കാം, ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലും +2 പരീക്ഷ എഴുതാണെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി. പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം, ഒന്നെങ്കിൽ ഞാനത് ഫെയിലിയർ ആവും, അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് വീക്കാവും, എനിക്ക് മാർക്ക് കുറയും. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ അതൊരു ചിലപ്പോൾ തടസ്സം. കാരണം ഇന്ന് നമ്മുടെ ഹയർ സ്റ്റഡീസിന് പൊതുവേ നമ്മുടെ സ്കൂൾ പെർഫോമൻസിലെ മാർക്ക് ചെക്ക് ചെയ്യും. അത് നമുക്ക് ആവശ്യമാണ്. അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക് ഡിസിപ്ലിൻ സിവിൽ സർവീസിന് ആവശ്യമാണ്. അപ്പം നമ്മളിവിടെ എന്താ ഒരിക്കലും പഠിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ സർവീസ് വെറുതെ ഒരിക്കലും ലഭിക്കുന്നില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ഗോൾ ഉണ്ടാവണം. ഗോൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് മീറ്റ് ചെയ്യണം എന്നൊരു, അത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. ഗോളിൻ്റെ ചില പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഗോൾ എപ്പോഴാണ്, അതിന് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന ഗോൾ എന്നുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ സിവിൽ സർവീസ് ഇപ്പോൾ ചലഞ്ചിങ് ആയിരിക്കണം. സിവിൽ സർവീസ് അത്ര എളുപ്പമായിട്ടുള്ള പരീക്ഷയല്ല, കുറച്ച് കോമ്പറ്റീറ്റീവ്നെസ് ഉള്ള കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു എക്സാമാണ്. എന്നാൽ പോസിബിൾ ആണോ ചോദിച്ചാൽ യെസ്, പോസിബിൾ ആണ്. കാരണം അതിൽ പാസ്സാവുന്നവരുണ്ട്. ഒരു ആവറേജ് ലെവലിൽ പഠിച്ച കുട്ടി തന്നെ സിവിൽ സർവീസിൽ പാസ്സാവുന്നുണ്ട്. പല മേഖലകളിൽ സയൻസിൽ തന്നെ വന്നവർ തന്നെ ഇതിൽ പാസ്സാവുന്നുണ്ട്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുത്തിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എടുത്ത്, അത് നമ്മൾ പറയുന്ന നേരത്തെ സോഷ്യൽ സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിലൊന്നൊക്കെ വന്ന് ഇതൊക്കെ പഠിച്ചെടുത്ത് പാസ്സായവരുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പം അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ അടുത്ത് ചില മിസ്റ്റേക്സുകൾ വരും, തെറ്റുകൾ വരും, ആൻസർ ചെയ്താൽ അറിയുന്നില്ല. പ്രിലിംസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തുമ്പോൾ എന്താ, മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഫുള്ള് തെറ്റുന്നു, മാർക്കൊക്കെ കുറയുന്നു. ഹിസ്റ്ററിയിൽ
മാർക്ക് വരുന്നത്. നമ്മൾ 100-ലാണ് പരീക്ഷ വരുന്നത് വിചാരിച്ചു, ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമുക്ക് ആദ്യമായിട്ട് അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പഠിക്കാതെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടായിരിക്കാം, സിലബസ് കവർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, ചില നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അവിടെ എന്തുകൊണ്ട് തെറ്റി, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം, എൻ്റെ പഠനത്തിലെ സ്ട്രാറ്റജി മാറ്റണോ എന്നുള്ളത് അവർക്ക് ആലോചിക്കാം. അവിടെയാണ് മെൻറ്ററുടെ ആവശ്യം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ സിവിൽ സർവീസിൻ്റെ ഒരു പിയർ ഗ്രൂപ്പിനുള്ളിൽ അതിലുള്ള ഒരു എക്കോസിസ്റ്റം, ലേണിംഗ് എക്കോസിസ്റ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു UPSC ഒരു പ്രിലിംസ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു മെയിൻസ് പ്രിപ്പറേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്, എൻ്റെ ആൻസർ റൈറ്റിംഗ് ഞാൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ എനിക്ക് പാസ്സാവാനുള്ള ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റും, അവസാനം എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അപ്പം എൻ്റെ ചിന്തകൾ ചില പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തിലുള്ള ചില ചിന്താഗതികൾ, ചില നമ്മളറിയാതെ ചില പെർസ്പെക്റ്റീവ്സിൽ പ്രശ്നങ്ങളുണ്ടാവാം, നമുക്ക് ചില വിഷയങ്ങളിൽ ചില ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഇത്തരത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ നമ്മളെ തുടക്കം മുതൽ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യും. ഇപ്പം ആൽക്കമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ കോഴ്സിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങണം. കാരണം എന്താ, സാധാരണ കൺവെൻഷൻ എന്താ, മെയിൻസ് ഒക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂയിലേക്ക് കോൾ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന പേഴ്സണാലിറ്റി ട്രെയിനിങ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താ, നേരത്തെ തന്നെ ആ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. അതുകൊണ്ട് നമുക്കറിയാം അവരെ പേഴ്സണാലിറ്റി ഒരുപാട് മാറ്റം വരുത്താണ്ട്. ചിലപ്പോൾ നമ്മൾ നടക്കുന്ന രീതി തന്നെ ചിലപ്പോൾ ഒരു ഓഫീസർ രീതി ആയിരിക്കില്ല, നമ്മൾ സംസാരിക്കുന്നത് ഓഫീസർ രീതി ആയിരിക്കണം. അതെ, തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കൊള്ളാമല്ലോ, ഇത്രയും നല്ല പെർസ്പെക്റ്റീവ്സോ, ഇങ്ങനെയൊക്കെ അറിവ് കിട്ടും, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമോ, കൊള്ളാലോ. ഈ ഒരു ഇംപ്രഷൻ നമുക്ക് ശരിക്കും ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഡെവലപ്മെൻറ്റിലൂടെ. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കുട്ടി ആ ഫീഡ്ബാക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ഗോളിലേക്ക് അവരെത്താൻ പറ്റുന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 21 വയസ്സിലാണോ, തീർച്ചയായിട്ടും അത് ഫസ്റ്റ് അറ്റംപ്റ്റ് 6th അറ്റംപ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഏത് അറ്റംപ്റ്റിലാണോ ശരിക്കും പഠിച്ചത് ആ അറ്റംപ്റ്റ് നമ്മൾ പാസ്സാവും, അത്രേ ഉള്ളൂ. അതാണല്ലോ ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്. അപ്പം ഈ വർഷം ടോപ്പേഴ്സ് ആയിട്ടുള്ള നമ്മൾ കേരളത്തിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശ്രീജ, അപ്പോൾ അവരുടെ ആദ്യ അറ്റംപ്റ്റിലാണല്ലോ അവർക്ക് ആ റാങ്ക് നേടുന്നത് പറയുന്നത്. പക്ഷെ അവരുടെ ഓറിയൻറ്റേഷൻ എപ്പോൾ തുടങ്ങി നമ്മൾ നോക്കണം. അവരുടെ പാരൻസ് വഴി അല്ലെങ്കിൽ ടീച്ചേഴ്സ് വഴി നേരത്തെ തന്നെ സിവിൽ സർവീസിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ആ കുട്ടിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ IAS ആവാനായിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ പഠിച്ച് പൊളിറ്റിക്കൽ സയൻസ് ആണ് അവരെടുത്തിരുന്നത്, PA പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സമയത്താണ് അവർക്ക് ഇൻ്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് പഠിക്കേണ്ടത്, ഗ്ലോബൽ പൊളിറ്റിക്സ് ഒക്കെ. അപ്പോൾ അവരുടെ താല്പര്യം മാറാണ്. IAS ആയിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നത്, അത് പിന്നീട് IFSലേക്ക് മാറാണ്. അപ്പോൾ എനിക്ക് IFS ആവാൻ ആഗ്രഹം. പിന്നെ അവരുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവരുടെ വീട്ടിൽ ഏത് റാങ്കാണ് ഉദ്ദേശിക്കുന്നത്, ഏത് സർവീസാണ്. ശ്രീജ റാങ്ക് 15 IFS, ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം അവരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് റാങ്ക് 15 എഴുതി, എന്തുകൊണ്ട് റാങ്ക് 1 എഴുതില്ല, എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എഴുതുക എന്നുള്ളത് നല്ലതാണ്, റിയലിസ്റ്റിക് ആക്കാന്ന് പറയും. 1ാമത്തെ റാങ്ക് ഒരു പക്ഷേ എനിക്ക് എത്താൻ പറ്റൂലായിരിക്കും, പക്ഷെ ഞാൻ വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് പോസിബിൾ ആയിട്ടുള്ള 1000 റാങ്ക് എടുക്കുകയാണെങ്കിൽ അതിൽ 15ാമത്തെ റാങ്ക് എനിക്ക് പോസിബിളാണ്, അല്ലെങ്കിൽ 10 മുതൽ 20 വരെ എനിക്ക് പോസിബിളാണ്, അതവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി വെക്കുന്നു. പോസിബിൾ ടാർഗറ്റ് ഉണ്ടാവണം. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ പറയും നല്ലോണം പഠിച്ചാൽ മതി സിവിൽ സർവീസ് നേടാം. ഇതൊരു വെയ്ഗായിട്ടുള്ള മെൻറ്റർഷിപ്പാണ്. നമ്മൾ എന്താ ശരിക്കും ഒരു ദിവസം ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ മെൻറ്റർഷിപ്പിൽ പറയുന്ന കുട്ടിയോട് നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇന്ന് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും പോസിബിലിറ്റി. ഇപ്പോൾ 4 മണിക്കൂർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. ചിലപ്പോൾ ഇന്ത്യൻ പൊളിറ്റിയിലെ 2 ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 2 ചാപ്റ്റർ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുമോ, അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്നു, വർക്ക് ചെയ്യുന്നു. അത്തരത്തിലുള്ള ലേണിംഗ് എക്കോസിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്ലോവിൽ അറ്റോമിക് ഹാബിറ്റിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്ത് ചെറിയ ചെറിയ മൈക്രോ ലെവലിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും, ആൻസർ റൈറ്റിംഗ് പഠിച്ചു, പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന സ്കിൽസ് പഠിച്ചു, തീർച്ചയായിട്ടും നമ്മൾ പാസ്സാവും. പിന്നെ സ്റ്റുഡൻസിനുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഡിഗ്രി പ്ലസ് IAS എടുത്തിട്ട് എനിക്ക് ഈ സർവീസ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതൊരു ഓൾ ഇന്ത്യ എക്സാം ആണല്ലോ. അപ്പം അതിനെ കുറിച്ചിട്ട് എന്താ സാറിന് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് കുറച്ചൊരു അൺസർട്ടനിറ്റി ഉള്ളതാണ്. കാരണം ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ 100% ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ
ഈവൻ 0.01 or 6 അത്രയായിരിക്കും അതിൻ്റെ സക്സസ് റേറ്റ്. അത് റിയാലിറ്റിയാണ്. അപ്പോൾ ഏതൊരു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഇത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. IFS ആവാം, IAS ആവാം, അതാണ് പ്ലാൻ എ. ഞാൻ ഈ പ്ലാൻ എക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന സിവിൽ സർവീസ് കോച്ചിങ് എടുക്കുന്നു, അതിനു വേണ്ടി പഠിക്കുന്നു. കാരണം ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ വർഷങ്ങളെടുത്തേക്കാം. ഇപ്പം ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില ഡൗട്ടുകൾ വരാം. ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ഇത് ആര് ഫീഡ്ബാക്ക് തരും, ഇതൊക്കെ അതിൻ്റെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് എനിക്കൊരു അറ്റംപ്റ്റ് കൊടുത്തുകൂടാ? ഒരു അറ്റംപ്റ്റ് കൊടുത്ത് ഞാൻ തോറ്റാൽ ഓക്കെ, എനിക്കത് വർക്കൗട്ട് ആകുന്നില്ല എന്നെങ്കിലും എനിക്ക് പറയാം. ആ അറ്റംപ്റ്റ് തന്നെ ഞാൻ പഠിച്ച ഒരു അറ്റംപ്റ്റ് ആയിരിക്കണം. അല്ല ഞാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി ഞാൻ ഒരു അറ്റംപ്റ്റ് കൊടുത്തു വിചാരിച്ചു, പഠിക്കുന്നില്ല, അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ പാസ്സാവും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരിക്കും, ഞാൻ ചിലപ്പോൾ പഠിച്ച പാസ്സോ വരും, അത് നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ പഠിക്കുന്നില്ല, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ നമ്മൾ കൊടുക്കുന്നു, ചിലപ്പോൾ ഞാൻ പാസ്സാവും വരും. അപ്പോൾ അയാൾ ഒരു വ്യക്തി ആസ്പിരൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും, നീ പഠിച്ചിട്ട് എനിക്ക് പാസ്സാൻ പറ്റുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് അവർ നടത്താനുണ്ട്. ശരിയാണ്, ഇതിൽ എല്ലാവരും പാസ്സാവുന്നില്ല, പക്ഷെ പാസ്സാവുന്നവർ ആരൊക്കെ, അവരെന്താ ചെയ്തത്, അതിനുള്ള സ്ട്രാറ്റജികൾ ഇന്ന് അവൈലബിളാണ്. മാത്രമല്ല അതിൽ തന്നെ പല സ്റ്റേജുകളിലൂടെ കടന്നുപോയി. സിവിൽ സർവീസ് മേഖലയിൽ വന്നുള്ള ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സർവീസിൽ ഇരിക്കുന്ന ആളുകളും ഉണ്ട്, എക്സ് സർവീസ് ആയിട്ടുള്ള ആളുകളും നമ്മളെ ഈ മെൻറ്റർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കുന്നവരുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ഈ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ പാസ്സാവുക എന്നുള്ളത് പാസ്സായ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നു. സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും മോട്ടിവേഷൻ എന്നതിലപ്പുറം എന്ന് വെച്ചാൽ സ്ട്രാറ്റജി കിട്ടുന്നു. ഒരു ടോപ്പർ നമ്മോട് സംസാരിക്കുക, എൻ്റെ പ്രിലിം സ്ട്രാറ്റജി ഇങ്ങനെയായിരുന്നു, ഞാൻ കുറേ ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്യും, പിന്നെ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ഞാൻ പഠിച്ചിട്ട് പാസ്സാവാൻ നോക്കും. ഇതൊക്കെ കേട്ടൊരു കുട്ടി പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സ്ട്രാറ്റജി മനസ്സിലാക്കി ട്രൈ ചെയ്യും. ഇൻ കേസ് അവർക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു, എന്താണ് അവർക്കുള്ള പ്ലാൻ ബി? അവിടെയാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ചെയ്യുന്നത് അത് ക്വാളിറ്റി ഡിഗ്രി ആയിരിക്കണം. മാത്രമല്ല അത് ഒരു ഹോണേഴ്സ് ഡിഗ്രി ആയിരിക്കണം. ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രീസും ഉണ്ട്, ഹോണേഴ്സ് ഡിഗ്രി ഉണ്ട്. നമ്മുടെ ഹയർ സ്റ്റഡീസിലേക്ക് ഒരു കുട്ടി ഒരു പക്ഷേ ഈ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ഒരു പ്ലാൻ ബി ആലോചിക്കുകയാണ്, അക്കാഡമിക് ലെവലിൽ പോകണം, അതിനവർക്കൊരു ബ്ലോക്ക് ഉണ്ടാവരുത്. അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഹോണേഴ്സ് ഡിഗ്രിയാണ്. അപ്പോൾ ഹയർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി രണ്ടും ഇന്ന് നിലവിൽ വാലിഡാണ്. അപ്പോൾ ഇവിടെ 4 ഇയർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോലും 3 ഇയർ ഡിഗ്രി തന്നെയാണ് ഡിഗ്രിയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു കരിയർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് എക്സാമുകൾ എഴുതാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 3 ഇയർ ഡിഗ്രിയാണ്. ആ 3 ഇയർ ഡിഗ്രി തന്നെ ഒരു ഹോണേഴ്സ് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഹയർ സ്റ്റഡീസിന് തടസ്സമില്ല, അവർക്ക് വേണമെങ്കിൽ PG കണ്ടിന്യൂ ചെയ്യാം, PhDക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അതൊക്കെ പോട്ടെ. നമ്മൾ എന്താ അൾട്ടിമേറ്റ്ലി കൊടുക്കുന്നത് സിവിൽ സർവീസിൻ്റെ കോച്ചിങ്. UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷ ഉണ്ട്, അതുകൂടാതെ തന്നെ UPSC കണ്ടക്ട് ചെയ്യുന്ന മറ്റനേകം സിവിൽ സർവീസ് എക്സാമുകൾ അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് എക്സാംസ് ഉണ്ട്, RRB, CGL, പിന്നെ ഇത്തരത്തിൽ സെൻട്രൽ സർവീസ് SSCയുടെ എല്ലാ എക്സാമുകളും അവർക്ക് എഴുതുന്ന രീതിയിൽ ഇതിന് അവർക്ക് വേണ്ടതായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ഇത് പഠിപ്പിക്കുന്നുണ്ട് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. ഇനി കേരള PSC എടുക്കാം. നമ്മൾ പണ്ട് കേരള PSCക്ക് പഠിച്ചത് എന്തായിരുന്നു, ഫാക്റ്റ് അനുസരിച്ചിട്ടായിരുന്നു. വാസ്കോ ഡ ഗാമ എന്ന കോഴിക്കോട് ഇറങ്ങിയത് ഏത് വർഷമാണ്, ഏത് ഡേറ്റ് ആണ്, ഈ പഠനമൊക്കെ ഒരു ഓൾഡ് ട്രെൻഡായിരുന്നു. ഇന്ന് മാറി, ഇന്ന് PSC തന്നെ ഒരു UPSC ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വന്നു. Alchemy IAS, transforming dreams into reality.